മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഗേൽക്കറെ നിയമിച്ചു. നിലവിൽ ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ്. നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 2003 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് രത്തൻ യു ഗേൽക്കർ. കണ്ണൂർ കളക്ടറായും കേരള മെഡിക്കൽ മിഷൻ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വി ഡി സതീശനാണ് രത്തൻ ഗേൽക്കറിന്റെ പേര് നിർദ്ദേശിച്ചത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ച് ഉത്തരവിറക്കിയിരുന്നു. 20 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ളത്. ശ്രീകുമാർ TA സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായും CGGSനെ പ്രസ് സെക്രട്ടറിയായി നിയമിച്ചു. റോയ് മാത്യൂസ് ആണ് മീഡിയ സെക്രട്ടറി. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. കാലവർഷ മേഘങ്ങളിൽ ചിലത് കേരളത്തിന് മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷകരായ മെറ്റ് ബീറ്റ് വെതർ. മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൽ അടുത്ത ദിവസം ന്യൂനമർദ്ദ സാധ്യതയും കാലവർഷക്കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ മേഘങ്ങൾ ശക്തമാണ്. പടിഞ്ഞാറൻ കാറ്റ് കാലവർഷത്തിന്റെ മാനദണ്ഡ പ്രകാരം അന്തരീക്ഷത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമല്ലാത്തതിനാൽ തുടർച്ചയായ മഴ കിട്ടുന്നില്ല. അറബിക്കടലിലെ ന്യൂനമർദ്ദം അറേബ്യൻ കരയിൽ കയറുന്നതോടെ കേരളത്തിൽ കാലവർഷക്കാറ്റ് സജീവമായി പ്രവേശിച്ചു തുടങ്ങും. നിലവിൽ കരയിലേക്കാൾ കടലിലാകും മഴ കൂടുതൽ കിട്ടുകയെന്നും മെറ്റ് ബീറ്റ് വെതർ നിരീക്ഷിച്ചു. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന 5 ദിവസവും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പാണ്. മെയ് 26 വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്കർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കുക്കു പരമേശ്വരനും മധുപാലും രാജി നൽകി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. കഴിഞ്ഞ ഒക്ടോബറിലാണ് പൂക്കുട്ടിയെ ചെയർമാനായി നിയമിക്കുന്നത്. നടി കുക്കു പരമേശ്വരനായിരുന്നു വൈസ് ചെയർപേഴ്സൺ. ലൈംഗിക ആരോപണത്തെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു പൂക്കുട്ടിയുടെ നിയമനം. അതേസമയം നടനും സംവിധായകനുമായ മധുപാൽ ഇന്നലെ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. ഭരണമാറ്റത്തെ തുടർന്നാണ് രാജി. കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിനെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതായി അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. SDPI തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഷാഫിക്കൊപ്പം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ SDPI CPM ബന്ധം വീണ്ടും ചർച്ചയാകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസമായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. SDPI നേതാവ് ഷാഫിയും സുഹൃത്തുക്കളും പാട്ടുപാടുന്നതും സമീപത്ത് വിജയരാഘവൻ ഭക്ഷണം കഴിക്കുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ഇരുവരുടെ ദുരൂഹമായ ബിസിനസ് ബന്ധത്തിന്റെ ഭാഗമാണെന്ന തരത്തിലുള്ള ചർച്ചയും വ്യാപകമായി നടക്കുന്നുണ്ട്. പാർട്ടി സൈബർ ഹാൻഡിലുകളിൽ വരെ വിജയരാഘവനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മതമൗലികവാദ സംഘടനകളുമായി CPMനോ നേതാക്കൾക്കോ ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി ആവർത്തിക്കുമ്പോഴാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന് വരെ SDPI ബന്ധമുണ്ടെന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തുവരുന്നത്. വീഡിയോ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ CPM SDPI നേതാക്കൾ വിശദീകരണമായി രംഗത്തു വന്നു. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അപലപനീയമാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ P. ലില്ലീസിന്റെ സഹോദരൻ ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് വിജയരാഘവൻ പങ്കെടുത്തത്. ചടങ്ങിന്റെ ഭാഗമായുള്ള ഗാനമേളയിൽ SDPI പ്രാദേശിക നേതാവ് പാടുന്ന സമയത്ത് വിജയരാഘവൻ സമീപത്തെ ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. പാർട്ടി നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വ്യക്തിഹത്യ നടത്താനുള്ള ബോധപൂർവ്വ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ശ്രമങ്ങളെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. KSRTCയിൽ മെയ് മാസത്തെ പെൻഷൻ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ 4 ജില്ലകളിൽ ഇതുവരെ വിതരണം ചെയ്തില്ല. ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരമായി ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ കൺസോർഷ്യത്തിലേക്ക് തുക അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ മുടങ്ങിയത്. ഈ ജില്ലകളിലെ പെൻഷൻകാർ മരുന്നിനും ഭക്ഷണത്തിനും പോലും വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അതിനാൽ പുതുതായി അധികാരത്തിൽ വന്ന UDF സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പെൻഷൻ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് KST പെൻഷനേഴ്സ് സംഘ് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സർക്കാരിന്റെ KSRTC പെൻഷൻകാരുള്ള അവഗണനയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ പതനത്തിനൊരു കാരണമെന്നും പെൻഷനേഴ്സ് സംഘ് ഓർമ്മപ്പെടുത്തി. പരാജയത്തിനു ശേഷം ചേർന്ന CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് തുറന്നടിച്ച അംഗങ്ങൾ. നിലവിലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അന്ത്യം കാണുമെന്ന് മുന്നറിയിപ്പ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയം തൃക്കരിപ്പൂരിൽ തോൽവിക്ക് പ്രധാന കാരണമായി. KK രാഗേഷ് നേതാക്കളുടെ പെട്ടി തൂങ്ങിവന്ന അമൂൽ ബേബി എന്നും വിമർശനം.
പി ജയരാജനും കെ ശൈലജയും നേതൃനിരയിലേക്ക് വരണം. പി ജയരാജനെ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി കോട്ടയെന്ന് അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിലെ തോൽവി പാർട്ടിക്ക് കടുത്ത ആഘാതമുണ്ടാക്കിയിരുന്നു. പരാജയ കാരണം ചർച്ചയാകുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണ്ഡലത്തിൽ LDF 2000-ലധികം വോട്ടുകൾക്ക് ലീഡ് പ്രതീക്ഷിച്ച നഗരസഭയിൽ വോട്ട് കുറഞ്ഞു. CPM കേന്ദ്രമായ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി മുൻകൈ നേടിയെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ല. കയ്യൂർ പഞ്ചായത്തിലെ പല വാർഡുകളിലും വോട്ട് ചോർന്നു. ഇന്ത്യ വിരുദ്ധരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ മോദി തൂത്തെറിയുമെന്ന് സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി. ജനാധിപത്യ സംവിധാനത്തിലൂടെ മോദിയെ താഴെ ഇറക്കുക എന്നത് എളുപ്പമല്ല. അപ്പോൾ തെരുവുകൾ കീഴടക്കി അത് നേടിയെടുക്കാനാണ് രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് ഫക്രുദ്ദീൻ അലി അഭിപ്രായപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP വെറും കടലാസ് പുലിയാണ്. മാധ്യമങ്ങൾ വെറുതെ ഇതിനെ വളർത്തുകയാണ്. ഇന്ത്യക്ക് അതിശക്തമായ സ്റ്റാൻഡിംഗ് ആർമിയുണ്ട്, അതിശക്തമായ പോലീസ് സംവിധാനമുണ്ട്. ഇത് രണ്ടും മോദി സർക്കാരിനോട് കൂറുള്ളവരാണ്. അതിനപ്പുറം RSSന്റെ ശക്തമായ സംവിധാനവും ഇന്ത്യയിലുണ്ട്. അതിനാൽ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ഇവിടെ അത് എളുപ്പം നടക്കില്ല. തൊഴിലില്ലായ്മ എല്ലാ കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു. വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു കോസ്മിക് പ്രതിഭാസത്തിന് ഈ മാസം അവസാനം ആകാശം സാക്ഷി വഹിക്കാൻ പോകുന്നു. വന നിരീക്ഷകരെ ആവേശത്തിലാക്കിക്കൊണ്ട് മെയ് 31 പുലർച്ചെ 4:45 ആകാശത്ത് ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടും. ഒരു കലണ്ടർ മാസത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി കൃത്യമായി വരികയും സൂര്യപ്രകാശം ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗത്ത് പൂർണ്ണമായി പതിക്കുകയും ചെയ്യുമ്പോഴാണ് പൗർണമി അഥവാ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നത്. ഈ മെയ് മാസത്തിലെ ആദ്യത്തെ പൂർണ്ണചന്ദ്രൻ മെയ് 1 ഉച്ചയ്ക്ക് 1:20 ദൃശ്യമായിരുന്നു. അതിനുശേഷം കൃത്യം 30 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമതൊരു പൂർണ്ണചന്ദ്രൻ കൂടി പ്രത്യക്ഷപ്പെടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മറ്റൊരു പാർട്ടി കൂടി ഉയർന്നു. CJPയെ പൂട്ടുക എന്നതാണ് പുതിയ പാർട്ടിയായ OJPയുടെ ആവശ്യം. ഓഗി ജനതാ പാർട്ടി അഥവാ OJP CJP അവകാശപ്പെടുന്നത് പോലെ അത്ര നിഷ്പക്ഷത പുലർത്തുന്നില്ലെന്നാണ് OJPയുടെ ആരോപണം. CJPയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായുള്ള രാഷ്ട്രീയ ബന്ധം ഓഗി ജനതാ പാർട്ടി തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പുറത്തുവിട്ടു. AAPയുടെ സോഷ്യൽ മീഡിയ ഇലക്ഷൻ ക്യാമ്പയിൻ ടീമുകളിൽ മുമ്പ് വോളണ്ടറിയായി അഭിജിത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 2024 അഭിജിത്ത് പങ്കുവച്ച ഒരു പഴയ ട്വീറ്റും OJP ഇതിനായി തെളിവായി ഉയർത്തിക്കാട്ടി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തനിക്ക് ആദ്യമായി ഔദ്യോഗിക സന്ദർശനത്തിനായി ശനിയാഴ്ച കൊൽക്കത്തയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇന്ന് വൈകിട്ട് തന്നെ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അതീവ നിർണായക ചർച്ചകൾ നടത്തും. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളെ വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം നൽകുന്നത് എന്തിനെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. മാതാപിതാക്കൾ IAS ഉദ്യോഗസ്ഥരായ കുട്ടികൾക്ക് സംവരണത്തിന്റെ ആവശ്യം എന്താണുള്ളത്? അവർ സംവരണത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും കോടതി അറിയിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലെ ക്രീമി ലെയർ സംവരണാനുകളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ചോദ്യം. കോങ്കോയിൽ പടർന്നു പിടിക്കുന്ന മാരകമായ എബോള വൈറസിന്റെ ബുന്ദിബുഗ്യോ ഭേദം രാജ്യം മുഴുവൻ കനത്ത രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യത വളരെ വലുതാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വാക്സിനുകളോ പ്രത്യേക ചികിത്സകളോ നിലവിലില്ലാത്ത ഈ പ്രത്യേക എബോള വകഭേദത്തിന്റെ വ്യാപനത്തെ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആശങ്കയുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എബോള വ്യാപന സാധ്യത ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഉയർന്നതായും ആഗോളതലത്തിൽ കുറഞ്ഞതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. ഇന്ത്യയിൽ ഒരു ആക്ഷേപഹാസ്യമായി ആരംഭിച്ച വൈറൽ കോക്രോച്ച് പ്രസ്ഥാനം അതിർത്തി കടന്ന് പാകിസ്ഥാൻ രാഷ്ട്രീയ രംഗത്ത് പടർന്നു പിടിച്ചതായി നിഗമനം. മെയ് 16 തുടങ്ങിയ ഉടൻ തന്നെ ഇന്റർനെറ്റിൽ കൊടുങ്കാറ്റായി മാറിയ ഇന്ത്യയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നിരവധി അക്കൗണ്ടുകൾ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. ശാഠ്യമുള്ള, കൊല്ലാൻ പ്രയാസമുള്ള, വേഗത്തിൽ പെരുകുന്ന പ്രാണികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഇന്ത്യയിലെ ആക്ഷേപഹാസ്യ കൂട്ടായ്മ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ഓൺലൈൻ ഫോളോവേഴ്സിനെ ആകർഷിച്ചു. പാകിസ്ഥാനിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിരവധി പതിപ്പുകൾ ഉണ്ട്. ഉദാഹരണത്തിന് കോക്രോച്ച് അവാമി പാർട്ടി, കോക്രോച്ച് അവാമി ലീഗ്, മുത്തഹിദ കോക്രോച്ച് പ്രസ്ഥാനം. കോക്രോച്ച് അവാമി പാർട്ടിയുടെ ബയോയിൽ യുവാക്കൾ പാകിസ്ഥാനു വേണ്ടി ഒരു രാഷ്ട്രീയ മുന്നണിയെന്നും എഴുതിയിട്ടുണ്ട്.